നമ്മുടെ അടുത്തുള്ള വീട്ടിൽ പറയ അൻപലിയൊക്കെ വരുന്ന കാര്യം പറഞ്ഞ് അതൊക്കെ കാണിച്ചു തന്നിട്ടല്ലേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിർത്തിയത്. ഇന്നിപ്പം നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നത്. ഇന്നത്തെ ദിവസം അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടാമത്തെ പറ നമ്മുടെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ അതിരാവിലെ ഇങ്ങ് എത്തും ആള്. സത്യം പറഞ്ഞാൽ ആ സമയത്തുണ്ടല്ലോ ഭയങ്കര വെപ്രാളമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീടെത്താറാകുമ്പോൾ ഉള്ള ചെണ്ടമേളം കേൾക്കുമ്പോൾ ഇങ്ങനെ നെഞ്ച് കിടന്നിടിക്കും. പക്ഷേ ഒരു 2 മിനിറ്റോളം ദേവി നമ്മുടെ വീട്ടിലിങ്ങനെ മുറ്റത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിങ്സ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആ വർഷത്തെ മൊത്തം സങ്കടങ്ങൾ പറയുന്നത് ചിലപ്പോൾ ആ നിമിഷമായിരിക്കും. പണ്ട് ഈ പറ വരുന്ന സമയത്ത് അവരുടെ വെടിക്കാരും കാണും. നമ്മൾ പറ നിറയ്ക്കുന്ന സമയത്താണ് അവർ വെടി പൊട്ടിക്കുന്നത്. അതുകൊണ്ട് പണ്ടിങ്ങനെ ദേവിയെ കൊണ്ടുവന്ന് മുറ്റത്ത് വെക്കാൻ നേരത്ത് ഞാൻ അകത്തേക്ക് ഓടും. കുറേ നാളായിട്ട് ഇപ്പം നമ്മുടെ അമ്പലത്തിൽ വെടിപരിപാടിയും ഇല്ല. അതുകൊണ്ട് പറ വരുമ്പോൾ എനിക്ക് പേടിയില്ല. അങ്ങനെ ഇന്ന് വീട്ടിൽ നിന്ന് 4 പറയുണ്ടായിരുന്നു. കുക്കോണിന് സൂര്യ ചേച്ചിയൊക്കെ പറ പ്രമാണിച്ചെത്തിയിട്ടുണ്ട്. കുംഭമാസത്തിൽ അശ്വതിയാണ് നമ്മുടെ അമ്പലത്തിലെ ഉത്സവം. ആ ഒരു സമയത്തിന് 2 മാസം മുമ്പെങ്കിലും പറയ്ക്ക് ഇറങ്ങാറുണ്ട്. കാരണം അത്രയധികം വീടുകളുണ്ട് പറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ അമ്പലത്തിലെ പറയ്ക്ക് ഇത്ര ഉത്സവ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലേ ഉള്ളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു വീട്ടിൽ അൻപലി ഉണ്ടായിരുന്നു. അവർ നമ്മളെ വന്ന് ക്ഷണിച്ചിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഈ അൻപലി നടത്തുന്ന വീട്ടുകാർ ഭക്ഷണം കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇന്നിവിടെ ഇഡ്ഡലി, സാമ്പാർ, വട, പഴമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ആ വകുപ്പിലങ്ങ് പോയി. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തും അതുപോലെ ജോലിക്കുമൊക്കെ മഞ്ഞ നാടുകളിൽ പോകുന്നവരെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ വലിയകുളങ്ങര അമ്പലവും പറയും അശ്വതി ഉത്സവമൊക്കെയാണ്. അപ്പോൾ ബൈ.